ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 3-ാം ക്ലാസ്സിലെ 2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1 ലിസണിങ് കോംപ്രിഹെൻഷൻ. അതായത് ടീച്ചർ ഒരു സ്റ്റോറി പറയും, അത് കേട്ടിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. Listen to your teacher and put a tick mark against the correct sentences and a wrong mark against the wrong ones. അതായത് ടീച്ചർ പറയുന്ന സ്റ്റോറി കേട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നേരെ ടിക്ക് മാർക്ക് ഇടാം, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് നേരെ റോങ് മാർക്ക് ഇടാം. അപ്പം നമുക്ക് സ്റ്റോറി ഒന്ന് കേട്ട് നോക്കിയാലോ. Do you remember Rocky and the mother crow? What happened to the crow and her chicks? Who helped them? I shall tell you a story of Rocky. Listen to me. ഇവിടെ നിന്നാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. One day, Rocky got a fish. He sat under a tree and started to eat the fish. Suddenly, some street dogs came there. Give us that fish, they barked at Rocky. No, I won't, Rocky said. The street dogs tried to snatch the fish. Rocky started running and the dogs followed him. Stop there, the dogs said. The mother crow and her friends saw this. Caw, caw. The crows flew down. They pecked the dog's head with their sharp beaks. Run, run, the dogs cried and ran away. Rocky felt happy. He thanked the mother crow. Now read the sentences in your booklet. Some sentences are correct and some are wrong. Put the tick mark against the correct sentences given in the question booklet. You may mark wrong against the wrong ones. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ള സ്റ്റോറി. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സെൻറ്റൻസസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ. വൺ ഡേ റോക്കി ഗോട്ട് എ ഫിഷ്. അത് റെഡിയാണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റോറി വായിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്റ്റോറി നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വൺ ഡേ റോക്കി ഗോട്ട് എ ഫിഷ്, അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ ടിക്ക് മാർക്ക് ഇടണം. അടുത്ത് നോക്കൂ. സം സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്ക്ഡ് റോക്കി, അതും റെഡിയാണ് അല്ലേ? അപ്പോൾ അവിടെയും ടിക്ക് മാർക്ക് ഇടണം. ഇനി സി നോക്കൂ. ദ സ്ട്രീറ്റ് ഡോഗ്സ് വെർ അഫ്രെയ്ഡ് ഓഫ് റോക്കി. സ്ട്രീറ്റ് ഡോഗ്സ് റോക്കിയെ പേടിച്ചിരുന്നു, റോക്കിയെ പേടിച്ചു അവർ. കറക്റ്റാണോ? അല്ല, അത് റോങ് ആണ് അല്ലേ? റോങ് മാർക്ക് ഇടണം. ദ മദർ ക്രോ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് റോക്കി. മദർ ക്രോയും ആ ക്രോയുടെ ഫ്രണ്ട്സും റോക്കിയെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, അത് കറക്റ്റാണ്. അപ്പോൾ ടിക്ക് മാർക്ക് ഇടണം. റൺ റൺ സെഡ് ദ മദർ ക്രോ. മദർ ക്രോ ആണോ അങ്ങനെ പറഞ്ഞത്? അല്ലല്ലോ. അപ്പോൾ അത് തെറ്റാണ്, റോങ് മാർക്ക് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് 5 മാർക്കും നമുക്കിവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ആക്ടിവിറ്റി 2 നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന സ്റ്റോറി വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര കോമൺ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരാറുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷനും ലിസണിംഗ് കോംപ്രിഹെൻഷനും വരാറുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത് മാത്രം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ മാത്രമായിട്ട് എടുത്ത് കണ്ടാൽ കുറച്ചും കൂടിയും നല്ലതാണ് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. എപ്പോഴും പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികൾക്ക് അറിയാം, എപ്പോഴും ഞാൻ പറയാറുണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കണം, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, സ്റ്റോറി വായിക്കുക. അപ്പോൾ നമുക്ക് അധികം ടൈം പോവാതെ തന്നെ, അധികം തെറ്റുകൾ വരാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രിൻസസ് ജൂലിയ വാസ് ഡാഷ്. അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, സ്വിമ്മിങ് ഇൻ ദ സീ, സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്, dancing in the palace. Question 2. The fisherman trapped Julia dash. Options ഉണ്ട്. Using a stick, using a knife, using a net, using a hook. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഒന്നും കൂടി അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നോക്കി അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക ആ കഥയിൽ. അങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഈസിയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. ബൈ ചാൻസ് നമുക്ക് അർത്ഥം അറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ക്വസ്റ്റ്യൻ 3, വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കെയിം എഫ്രെയ്ഡ്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്. എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്, ഹി ലോസ്റ്റ് ദ നെറ്റ്, ജൂലിയ ക്രൈഡ് ഫോർ ഹെൽപ്പ്, he saw the diamond crown. Question 4, a word in the story means shining. Find the word. Swimming, coming, sparkling, helping. The fisherman caught Julia for getting dash, a gift, the diamond crown, a ring, the net. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനും ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാം. നമുക്കിനി സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി ഡേ. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിൻസസ് ജൂലിയ വാസ് ഡാഷ്, എന്താണ്? സ്വിമ്മിങ് ഇൻ ദ സീ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്റ്റോറിയുടെ ബാക്കി വായിക്കാം. ഹെർ ഡയമണ്ട് ക്രൗൺ വാസ് സ്പാർക്ലിംഗ് ഇൻ ദ സൺലൈറ്റ്. ക്വസ്റ്റ്യൻ 4 നോക്കൂ. എ വേർഡ് ഇൻ ദ സ്റ്റോറി മീൻസ് ഷൈനിങ്. ഫൈൻഡ് ദ വേർഡ്. അപ്പോൾ ഷൈനിങ് എന്നർത്ഥം വരുന്ന വാക്ക് എന്താണ് ഇവിടെ? സ്പാർക്ലിംഗ്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് ഈ ഒരു വേർഡ് കേട്ടോ. എ ഫിഷർമാൻ saw her from a distance. Wow, a beautiful crown. I want that crown, he thought. For the fisherman caught Julia for getting dash. 5th question നോക്കൂ. The fisherman caught Julia for getting the diamond crown. സ്റ്റോറിയുടെ ബാക്കി വായിക്കാം. The fisherman rowed his boat towards the princess. Julia saw the boat coming towards her. She started swimming back home. But the fisherman threw a net over her. The net fell on Julia and she was trapped. Question 2 നോക്കാം. The fisherman trapped Julia using a net. ഓപ്ഷൻ സി ആണ് ആൻസർ. നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ജൂലിയയെ ട്രാപ്പ് ചെയ്തത്. Help me, she cried. A shark heard her cry and came to help Julia. The shark opened its mouth and followed the boat. The fisherman trembled with fear. He let Julia go away and escaped from there. Julia became happy and she thanked the shark. Question 3 നോക്കാം. Why did the fisherman became afraid? Because ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആദ്യത്തെ 2 ആക്ടിവിറ്റിയും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും മറന്നു പോകണ്ട. റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും അതിൻ്റെ ലിങ്ക്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അടുത്തത് ആക്ടിവിറ്റി 3 നോക്കാം. അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. ഇനി 4 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 3 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്യുക. ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. Rocky saved the crow and her babies from the rain. The next day, Rocky was lying under the tree. He was very hungry. He felt sad. The crow saw this. She came near Rocky with a surprise gift for him. Complete the conversation between Rocky and the crow. Rocky എന്ത് ചെയ്തു? ക്രോനെയും ഹെർ ബേബീസിനെയും എല്ലാം റെയിനിൽ നിന്ന് രക്ഷിച്ചു. അപ്പം അടുത്ത ദിവസം ക്രോ എന്ത് കാണാണ്? റോക്കി ഒരു മരത്തിന്റെ താഴെ വിശന്ന് ആകെ സാഡായി കിടക്കുന്നത് കാണാണ്, വിഷമിച്ച് കിടക്കുന്നത് കാണാണ്. അപ്പോൾ ക്രോ എന്ത് ചെയ്തു? റോക്കിക്കായിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ക്രോയും റോക്കിയും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിരിക്കാം എന്ന് വേണം കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ കോൺവെർസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പിക്ചേഴ്സ് നന്നായിട്ടൊന്ന് നിരീക്ഷിക്കാം. അതിൽ നമുക്ക് കോൺവെർസേഷനിലേക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ക്ലോസ് ഉണ്ടായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ അറിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലോസ് കിട്ടും. ഇപ്പോൾ ഇവിടെ പിക്ചർ നോക്കാം. ഡോഗ് കിടന്നുറങ്ങുന്നുണ്ട്, ക്ഷീണിച്ച് കിടന്നുറങ്ങാണ്, വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ക്രോനെ നോക്കാം. ക്രോ എന്തോ കൊണ്ടുവരുന്നുണ്ട് അല്ലെ, സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് നോക്കിയേ? അതൊരു ബോൺ പീസ് ആണ് അല്ലെ, ബോണാണ്. ഇനി നമുക്കത് വെച്ച് ബാക്കി എഴുതിക്കൂടെ?
ഓക്കെ, അപ്പം നമുക്ക് ഈ കോൺവെർസേഷൻ എങ്ങനെ എഴുതാമെന്നൊരു മോഡൽ ടീച്ചർ കാണിച്ചു തരാം. അതിനേക്കാൾ മുൻപ് പറയാനുള്ളത് കുറച്ച് സിമ്പിൾ കോൺവെർസേഷൻ ഐഡിയാസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് കോൺവെർസേഷൻ്റെ, അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ, ഇനി ആഡ് മോർ ലൈൻസിൻ്റെ ഒക്കെ വീഡിയോസ് കാണാനായിട്ട് മറക്കരുത്. അത് ഉപകാരപ്പെടും തീർച്ചയാണ്. അപ്പോൾ ചെറിയൊരു മോഡൽ നോക്കാം. ഹലോ റോക്കി. Hello, Crow. Crow, why are you sad? Rocky, I am very hungry. Crow, it's okay, Rocky. I bought a gift for you. Rocky, a gift? What is it? Crow, look, it's your favorite bone. Rocky, oh, thank you, dear Crow. അപ്പോൾ നമുക്ക് ഇതേ കോൺവെർസേഷൻ്റെ മറ്റൊരു മോഡൽ നോക്കിയാലോ. ക്രോ, ഹലോ റോക്കി. റോക്കി, ഹലോ ക്രോ. ക്രോ, വൈ ആർ യു ലൈയിങ് ഹിയർ? നീ എന്താ ഇവിടെ കിടക്കുന്നേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റോക്കി, ഐ ഫീൽ സോ ഹംഗ്രി. ക്രോ, ഹിയർ ഈസ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു. റോക്കി, എ ഗിഫ്റ്റ്? വാട്ട് ഈസ് ദിസ്? ക്രോ, ലുക്ക്, ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ബോൺ പീസ്. റോക്കി, ഹോ, താങ്ക് യു സോ മച്ച്. ക്രോ, മോസ്റ്റ് വെൽക്കം. അപ്പോൾ ഈ കോൺവെർസേഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി ഫോർ റിഡിൽസ്. Here are some riddles about the characters from the stories of your textbook. Identify them. റിഡിൽസ് ആണ്. റിഡിൽസിൻ്റെ വീഡിയോയും ടീച്ചർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് പണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു പോയിട്ടുള്ള റിഡിൽസ് മാത്രം എടുത്തിട്ടുള്ളതാണ്. റിഡിൽസ് മാത്രമല്ല, കോൺവെർസേഷൻ ആണെങ്കിലും ആഡ് മോർ ലൈൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയാലും ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐ ആം വെരി പ്രിറ്റി. ഐ വെയർ എ ഡയമണ്ട് ക്രൗൺ. ഐ ലിവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദ സീ. ഹൂ ആം ഐ? ആരാണ്? പ്രിൻസസ് ജൂലിയ, അല്ലെങ്കിൽ നമുക്ക് ജൂലിയ ദ മെർമെയ്ഡ് എന്നെല്ലാം എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ലിവ് ഇൻ ദ സീ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഐ സ്റ്റോപ്പ്ഡ് ദ മെൻ ഫ്രം പുട്ടിംഗ് വേസ്റ്റ് ഇൻ ദ സീ. ഹൂ ആം ഐ? ആരാണ്? ദ ബ്ലൂ വെയിൽ. ക്വസ്റ്റ്യൻ 3 നോക്കാം. ഹി ചേസ്ഡ് ദ കാറ്റ്. ഹി ലൈക്സ് ബോൺസ്. ഹി ക്യാൻ ബാർക്ക്. ഹി സേവ്ഡ് ദ മദർ ക്രോ. ഹൂ ഈസ് ഹി? ആരാണ്? റോക്കി ദ ഡോഗ്. ക്വസ്റ്റ്യൻ 4 നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ മദർ ക്രോ. റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ. മദർ ക്രോനെ കുറിച്ചിട്ട് ഒരു റിഡിൽ ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കൂ. ഐ ആം എ ബേർഡ്. ഐ ആം ബ്ലാക്ക്. ഐ സേ ക്രാ ക്രാ. ഹൂ ആം ഐ? നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഐഡിയ അനുസരിച്ച് ഉണ്ടാക്കാം. അടുത്തത് ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ് ആണ്. ആഡ് മോർ ലൈൻസിൻ്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ദ സ്റ്റാർ ഫിഷ്, ദ ഗോൾഡ് ഫിഷ് ആൻഡ് ദ ഡോൾഫിൻ വെന്റ് ടു ദ ഗ്ലാസ് പാലസ് ഫോർ ജൂലിയാസ് ബർത്ത്ഡേ പാർട്ടി. They met Julia and handed over the gifts. The starfish began to sing a song. അപ്പോൾ സ്റ്റാർ ഫിഷും ഗോൾഡ് ഫിഷും ഡോൾഫിനുമാണ് ജൂലിയയുടെ ബർത്ത്ഡേ പാർട്ടിക്കായിട്ടുള്ള ഗിഫ്റ്റും കൊണ്ടുപോകുന്നത്. സ്റ്റാർ ഫിഷ് സോങ് പാടാനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ ബാക്കിയൊരു 4 വരി വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നോക്കാം. ഓ പ്രെറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ ദ സ്റ്റാർ ഫിഷ് ഹിയർ ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഇതേ മോഡലിൽ വേണം ബാക്കി 4 വരി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത 2 വരി തന്നിട്ടുണ്ട്. നോക്കൂ. ഹോ പ്രെറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് റിപ്പീറ്റഡ് ആണ്, സെയിം ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ബാക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നോക്കൂ. ഐ ദ സ്റ്റാർ ഫിഷ് ഹിയർ ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ്. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സ്റ്റാർ ഫിഷിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് ആരാളുള്ളത്? ഗോൾഡ് ഫിഷ് ഉണ്ട് അല്ലേ? അപ്പോൾ ഐ ദ ഗോൾഡ് ഫിഷ് ഹിയർ ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് എന്തൊക്കെ എഴുതാം? നൈസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റേതൊരു വാക്ക് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നൈസ് എന്ന വാക്കിൻ്റെ സിനോണിംസ് ഏതൊക്കെയാണ്? പ്ലസൻറ്റ്, ലവ്ലി, സ്വീറ്റ്, ചാർമിങ്, മാർവലസ്, സൂപ്പർ. അതുപോലെ നമുക്ക് നൈസ് എന്നർത്ഥം വരുന്ന ഏതൊരു വാക്ക് വേണമെങ്കിലും അവിടെ മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഗിവിങ് യു എ വണ്ടർഫുൾ ഗിഫ്റ്റ് അല്ലേ? വണ്ടർഫുൾ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാം.
അടുത്ത് നോക്കൂ, ഓ പ്രിറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അടുത്തത് ആരാ ബാക്കിയുള്ളത്? ഡോൾഫിൻ. ഐ ദ ഡോൾഫിൻ ഹിയർ ഗിവിംഗ് യു ആൻ അമേസിംഗ് ഗിഫ്റ്റ്. നൈസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണത്. അപ്പോൾ ഈ സിനോണിംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ കോമൺ ആയിട്ട് വരുന്ന മറ്റു ചില സിനോണിംസ് ഒന്ന് നോക്കാം. ബിഗ്. ബിഗ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ മറ്റ് സിനോണിംസ് എന്തെല്ലാമാണ്? ലാർജ്, ഹ്യൂജ്, എനോർമസ്. ഇനി ഹാപ്പി എന്ന് പറഞ്ഞ വാക്കിൻ്റെയോ? ജോയ്ഫുൾ, ചിയർഫുൾ, ഡിലൈറ്റഡ്. ഇത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് വാക്കുകളുണ്ട്. ഞാൻ കുറച്ചൊരു എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗ്രീറ്റിംഗ് കാർഡ്. എ ന്യൂ ഇയർ ഈസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ. പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്. കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഇത് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ എന്തൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ് കാർഡ് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുക. ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത് ഭംഗിയായിട്ട് നിറം കൊടുക്കുക. അതേപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ന്യൂ ഇയറിൻ്റെ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹാപ്പി ബർത്ത്ഡേ എന്നാണോ എഴുതാ? അല്ല, ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാം. ഇനി ഏത് വർഷമാണ്? 2025 ആണെങ്കിൽ 2025 എന്ന് കൊടുക്കുക. 2026 ആണെങ്കിൽ 2026 എന്ന് കൊടുക്കുക. അതിനുശേഷം ഭംഗിയായിട്ട് ബലൂൺസോ പൂക്കളോ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുക, കളർ കൊടുക്കുക. ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്